ഹലോ, വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. ഇന്നൊരു ടോക്കിംഗ് വീഡിയോ ആണ്. കുറച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഇടയ്ക്ക് നമ്മൾ ഇങ്ങനത്തെ വീഡിയോസും ചെയ്യണമല്ലോ. എപ്പോഴും ഇങ്ങനെ ട്രിപ്പ് വീഡിയോ അല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനത്തെ അല്ലാതെ ഇങ്ങനത്തെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പം ഈ ടോപ്പിക്ക് ഞാനിങ്ങനെ കുറച്ച് നാളായി ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് എൻ്റെ ഒരു ഡയറി ഉണ്ട്. അതിൽ എനിക്ക് എന്തെങ്കിലും മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുമ്പം ഞാൻ ഇങ്ങനെ എഴുതി വെക്കുന്നതാണ്. അപ്പോൾ ഇത് എഴുതി വെച്ചിട്ട് കുറച്ചധികം നാളായി. ടോപ്പിക് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അത് നല്ല രീതിയിലും ഉണ്ട്, മോശം രീതിയിലും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാറ്. അപ്പം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഒരുപാട് നമുക്ക് ഉപകാരപ്പെടും. അത് ഞാൻ ലാസ്റ്റ് പറയാം. സോഷ്യൽ മീഡിയയുടെ ഗുണങ്ങൾ നിങ്ങൾക്കെല്ലാം അറിയാം, അതിപ്പോൾ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. അപ്പം അത് നിങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് കാണുന്ന കുറച്ച് ഹൗസ് വൈഫ്സിന് ഉപകാരപ്രദമായിട്ട് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് ഞാൻ കുറച്ച് ലാസ്റ്റ് എന്നെ കൊണ്ട് പറ്റുന്ന വിധം ഞാൻ മെൻഷൻ ചെയ്യാം. അല്ലാതെ അതിൻ്റെ കുറച്ച് ചതിക്കുഴികൾ, അതാണ് മെയിനായിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ. എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ വീഡിയോസ് ഇങ്ങനെ കാണുമ്പം നമ്മളിങ്ങനെ ഇഷ്ടംപോലെ വീഡിയോസ് കാണുമല്ലോ. അപ്പം കുറച്ച് മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത കാര്യങ്ങൾ ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ എനിക്കൊന്ന് വീഡിയോ ചെയ്യണം തോന്നി. അങ്ങനെ ഒരു ടോപ്പിക്കാണ്. അപ്പം ഇങ്ങനത്തെ ചതിക്കുഴികൾ വീഴരുത് എന്നുള്ളൊരു കാര്യം. ആ ടോപ്പിക്ക് എനിക്ക് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണം തോന്നി കേട്ടോ. അപ്പം അതുകൊണ്ട് ആർക്കെങ്കിലും ഒഫെൻസീവായിട്ടോ അതുകൊണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. അത് ഞാൻ ആദ്യമേ പറയുകയാണ്. ഞാനിത് ആരെയും അങ്ങനെ ഹേർട്ട് ചെയ്യാനോ ഒന്നും വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ അല്ല. എനിക്ക് മൈൻഡിൽ തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നതിന് ഒരു തെറ്റും തോന്നുന്നില്ല. പക്ഷേ അതിൽ ആരെങ്കിലും ഹേർട്ട് ആവുന്നുണ്ടെങ്കിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ ടോപ്പിക്കിലോട്ട് കടക്കുകയാണ്. ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇപ്പം കുറേ പേര്, ഞാൻ പറഞ്ഞല്ലോ ചതിക്കുഴികളാണ് മെയിൻ ടോപ്പിക്ക്. അപ്പം യൂട്യൂബിൽ ഒരു ട്രെൻഡായിട്ട് കാണുന്നതാണ് ഈ കുലസ്ത്രീകൾ എന്ന് പറഞ്ഞൊരു സംഭവം. അത് എന്താണെന്ന് ഇപ്പം അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇപ്പം കുറേ വീഡിയോസ് നമ്മളൊക്കെ കാണുന്നതാണ്. ഞാനും അങ്ങനത്തെ കുറേ വ്ളോഗ്സ് എനിക്ക് കണ്ടുകൊണ്ടിരിക്കാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ, അത് വേറെ കാര്യം. പക്ഷേ അത് കാണുമ്പം എനിക്കും മൈൻഡിൽ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് എനിക്കത് ചെയ്യണമെന്ന് തോന്നാൻ കാര്യം തന്നെ. നമ്മളിങ്ങനെ ചില വ്ളോഗ്സ് കാണാറുണ്ട്, ഡെയിലി വ്ളോഗ്സ്. ഇങ്ങനെ ചെയ്യുന്നവർ രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുക. 4 മണിക്ക് എഴുന്നേൽക്കുന്നത് നല്ലതാണ്, അങ്ങനെയല്ല. 4 മണിക്ക് എഴുന്നേൽക്കുക, വീട്ടിലെ കിച്ചണിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുക, കുട്ടികളുടെ ലഞ്ച് ബോക്സ് ഉണ്ടാക്കുക, ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ ചെയ്യുക, കിച്ചണെല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് വെക്കുക. എന്നിട്ട് എല്ലാം രാവിലെ തൊട്ട് എല്ലാ ജോലികളും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക. അത് നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് ചെയ്യുക, നല്ല പെർഫെക്റ്റ് ആയിട്ട്. അപ്പം എന്നിട്ട് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരത്തേക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ ഓരോ ഫുഡ്, ഓരോ നേരം ഓരോരോ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നമ്മളൊക്കെ ഞാനൊക്കെ ആണെങ്കിൽ ഒരു കൂട്ടാനൊക്കെ നെക്സ്റ്റ് ഡേ ഒക്കെ ചൂടാക്കി കഴിക്കുന്ന ആളാണ്. ഇതിൽ എത്ര പേര് അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയണം. കുറേ പേര് ഇപ്പോൾ പറയും, അങ്ങനെയൊന്നും ചൂടാക്കി കഴിക്കാൻ പാടില്ല. എനിക്കങ്ങനെ 3 നേരമൊന്നും ആഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരാളല്ല ഞാൻ. എൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതിപ്പം ആരോഗ്യത്തിന് അങ്ങനെ കുഴപ്പമുണ്ടെന്ന് ഒരു സയൻറ്റിഫിക്കായിട്ടും ആരും പ്രൂവ് ചെയ്തിട്ടില്ല. ആഹാരം ചൂടാക്കി കഴിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. അതൊക്കെ വെറുതെ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നതാണ്. ആഹാരം നമ്മളൊരു 2 hours പുറത്ത് വെച്ച് അതിൻ്റെ ടെമ്പറേച്ചർ മാറിക്കഴിഞ്ഞ ഉടനെ ഫ്രിഡ്ജിൽ വെച്ച് അതിൽ ബാക്ടീരിയ ഒന്നും ഉണ്ടാവില്ല. അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ മതി. അല്ലാതെ വൈകുന്നേരം വരെ അത് പുറത്ത് വെച്ചിട്ട് അത് ചീത്തയായിപ്പോൾ പിന്നെ എടുത്ത് റീഹീറ്റ് ചെയ്ത് യൂസ് ചെയ്താൽ അത് ചെയ്യേണ്ടത് കറക്റ്റ് പ്രോപ്പർ രീതിയിൽ ചെയ്താൽ ഒരു പ്രശ്നവുമില്ല. അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പം ഇങ്ങനെ 3 നേരവും ഫുഡ് ഉണ്ടാക്കുക. അത് ഉണ്ടാക്കുന്നത് ഇപ്പം നൂഡിൽസ് ഉണ്ടാക്കണം എന്ന് വെച്ചു. നൂഡിൽസ് ആണെങ്കിൽ നൂഡിൽസ് വരെ നമ്മൾ പാക്കറ്റ് നൂഡിൽസ് അല്ല, അതൊക്കെ പാക്കറ്റ് നൂഡിൽസ് പറഞ്ഞാൽ 2 minute നൂഡിൽസ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. നൂഡിൽസ് വരെ കൈ കൊണ്ടുണ്ടാക്കും. നൂഡിൽസ് പിഴിഞ്ഞ നൂഡിൽസൊക്കെ ഉണ്ടാക്കി അങ്ങനെയുണ്ട്. പിന്നെ എല്ലാം നമ്മുടെ ചെറിയ സാധനങ്ങൾ പോലെ ഇപ്പം ബണ്ണുണ്ടാക്കണം എന്ന് വെച്ചു. ബണ്ണിൻ്റെ മാവ് വരെ കുഴച്ച് ബണ്ണുണ്ടാക്കും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. അങ്ങനെ കുഴച്ച് മാവ് ഉണ്ടാക്കി അങ്ങനെ സാൻഡ്വിച്ച് ഉണ്ടാക്കും. അങ്ങനെ എല്ലാം സ്ക്രാച്ച്. അപ്പം വീഡിയോസ് കാണുന്നവരുടെ മൈൻഡിൽ അയ്യോ എനിക്കിതിങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് ഇങ്ങനൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ലല്ലോ, അയ്യോ ഞാനും എനിക്കും ഇങ്ങനെയൊക്കെ മണ്ണുണ്ടാക്കാൻ പറ്റണമെന്നും എനിക്കിങ്ങനെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു പ്ലേ നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നതാണ് നമ്മുടെ മൈൻഡിൽ വരുന്നത്. അതിപ്പോൾ സീരിയലാണെങ്കിൽ പോലും അങ്ങനെയാണ്. നമ്മൾ എന്ത് കാണുന്നോ അത് നമ്മുടെ ബ്രെയിനിലോട്ട് ഓട്ടോമാറ്റിക്കലായിട്ട് ഇൻജെക്റ്റ് ആവണം. അപ്പം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും, അയ്യോ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലോ, എനിക്ക് ഇത്രയും പെർഫെക്റ്റായിട്ട് ചെയ്യാം. അങ്ങനെ പെർഫെക്റ്റായിട്ട് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഓക്കെ. പക്ഷേ
ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം ഒന്നെങ്കിൽ അവർ ഞാൻ എന്നിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം എന്നിട്ട് അത് കുലസ്ത്രീ എന്ന് പറയാൻ കാര്യം എന്നിട്ട് എനിക്ക് ഇങ്ങനെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് എന്നും കൂടെ പറയുമ്പോഴാണ് അതിലൊരു പ്രശ്നം വരിക. എനിക്കിങ്ങനെ പെർഫെക്റ്റായിട്ട് വീട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഇതൊക്കെയാണ് എൻ്റെ ലൈഫിൽ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ. അതും കൂടെ കേൾക്കുമ്പോഴത്തേക്ക് ജോലിക്ക് പോകുന്ന വീട്ടമ്മമാരൊക്കെ ഇല്ലേ, ഇപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ തന്നെ ഒരുപാട് പേര് ജോലിക്ക് പോകുന്നവരുണ്ടാവും. അവർക്കൊക്കെ ഭയങ്കര കുറ്റബോധം ഉണ്ടായിരിക്കും അല്ലേ, അയ്യോ എനിക്ക് ഇതേപോലെ വീട്ടുകാര്യങ്ങളൊന്നും നോക്കാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. ഈ പറഞ്ഞ പോലെ ആണുങ്ങളാണ് വീഡിയോസ് കാണുന്നെങ്കിൽ അവർക്ക് തോന്നുന്നു അയ്യോ എന്നായിരിക്കത്തില്ല ആണുങ്ങളുടെ മനസ്സിൽ തോന്നുന്നു ഈ ഇവര് ഇത്രയും നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് നല്ല ഒരുങ്ങി നന്നായിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. എൻ്റെ വീട്ടിലെ ഭാര്യയാണെങ്കിൽ കൂതറയായിട്ട് വേറെ തൊലിച്ച് നിന്ന് കിച്ചണിലെ കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ തോന്നുന്ന ആണുങ്ങളും ഉണ്ടാവാം, ഞാൻ എല്ലാവരും അല്ല ഉണ്ടാവാം എന്നാണ് പറഞ്ഞത്. അപ്പം ആ ഒരു രണ്ട് രീതിയിൽ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും മൈൻഡിലുണ്ടാവും. അപ്പം ജോലിക്ക് പോകുന്നവർക്കാണെങ്കിൽ വീട്ടമ്മമാർക്കാണെങ്കിൽ അങ്ങനെ തോന്നും, ഞാൻ ഒരു ജോലിയും ചെയ്യാതെ ഇവിടെ ഇരുന്നിട്ടും എനിക്ക് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ലോ എന്ന് വീട്ടിലിരിക്കുന്നവർക്കും തോന്നും. അവർക്കും ഒരു കുറ്റബോധം തോന്നും, ജോലിക്ക് പോകുന്നവർക്കും കുറ്റബോധം തോന്നും. അപ്പം വീഡിയോസ് അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. വീഡിയോസ് ചെയ്യുന്നവർ അക്സെപ്റ്റ് ചെയ്യുക, അവരും അതൊരു ഇതിന് വേണ്ടി ജോലിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അവരതിൽ നിന്ന് നിറച്ചും പൈസ ഉണ്ടാക്കുന്നുണ്ട്. കാരണം പല സാധനങ്ങളും ഒക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പ്രൊമോഷൻ അല്ലെങ്കിൽ അവർക്ക് നല്ല, കാരണം അങ്ങനത്തെ വീഡിയോസിന് നല്ല വ്യൂസാണ് കിട്ടുന്നത്. കാരണം ആളുകൾക്ക് ഭയങ്കര ഇഷ്ടം, എല്ലാവർക്കും എന്താണ് ഇഷ്ടം, വേറെ ആളുടെ വീട്ടിൽ എന്ത് നടക്കുന്നു എന്ന് കാണാൻ എല്ലാവർക്കും നാച്ചുറലി ഇഷ്ടമാണല്ലേ. അപ്പോൾ ഒരാളിങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഭയങ്കര നീറ്റായിട്ട് എല്ലാം ചെയ്യുമ്പോഴത്തേക്കും ആളുകൾക്ക് നാച്ചുറലി ഇഷ്ടമാണ്. തോന്നുന്നത് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ആർക്കും തോന്നുന്നില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ കേട്ടോ. എനിക്ക് അങ്ങനെ തോന്നുന്നതുകൊണ്ടാണ് പറഞ്ഞത്, ഇല്ലെങ്കിൽ അത് എൻ്റെ തെറ്റായിരിക്കും കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു കണ്ടന്റ് ചെയ്യണം തോന്നി. അപ്പം അങ്ങനെ ചെയ്യുന്നവർ അക്സെപ്റ്റ് ചെയ്യുക, അതൊരു ജോലിയായിട്ടാണ് അവർ ചെയ്യുന്നത്. അല്ലാതെ അവർക്ക് ഇങ്ങനെ വീട്ടിലെ ജോലികൾ മാത്രം ചെയ്ത് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യരുത്. ഇതും എൻ്റെ ഒരു ജോബാണ്, അങ്ങനെ പറഞ്ഞുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ കുലസ്ത്രീയായിട്ട് വീട്ടിലെ കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് എന്ന് പറയുമ്പോഴത്തേക്കും ജോലിക്ക് പോകുന്നവർക്ക് നാച്ചുറലി അതൊരു കുറ്റബോധമല്ലേ ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു ഇത് എനിക്ക് തോന്നി. അതൊന്ന് ജസ്റ്റ് അപ്പം ആ ഒരു മൈൻഡ് പ്ലേ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവാതിരിക്കാനാണ് എനിക്ക് ആ ഒരു പോയിന്റ് മെൻഷൻ ചെയ്യണമെന്ന് തോന്നി. കാരണം രണ്ടുപേർക്കും ആ ഒരു പ്ലേ ഉണ്ടാവും. അത് നിങ്ങളും വീഡിയോസ് കാണുന്നത് കൊണ്ട് കുഴപ്പമില്ല, കണ്ട് നിങ്ങൾ ഒന്നെങ്കിൽ അത് അങ്ങനെ അത്രയും പെർഫെക്റ്റ് ആകാൻ ട്രൈ ചെയ്യാതിരിക്കുക. കാരണം അവർ ചിലപ്പം വീഡിയോസിന് വേണ്ടി മാത്രമായിരിക്കും ആ ഒരു ലൈഫ്, അവരുടെ ലൈഫ് ചിലപ്പം അവർക്ക് വീഡിയോസിന് വേണ്ടി മാത്രമായിരിക്കും അവരിങ്ങനെ കാണിക്കുക. അല്ലാത്തപ്പോൾ അവരിങ്ങനെ ആയിരിക്കത്തില്ല ചെയ്യുന്നത്. വീഡിയോസിന് മാത്രം നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യും. ഇപ്പം ഞാനാണെങ്കിൽ ഒരു ഫോർ എക്സാമ്പിൾ പറയട്ടെ, ഇപ്പം നോർമലി ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസം കുറച്ചുകൂടെ ഒക്കെ നല്ല ഡ്രസ്സ് ഇട്ടിരിക്കും. വീഡിയോ എടുക്കാത്ത ദിവസം ഞാനും ചിലപ്പോൾ നോർമലായിട്ട് അത്രയൊന്നും, വീഡിയോ എടുക്കുകയാണെങ്കിൽ ഞാനൊന്നും ജസ്റ്റ് ഒന്ന് ഒരു ലിപ് ഗ്ലോസ് എങ്കിലും ഇട്ടായിരിക്കും നോർമൽ കുക്കിംഗ് വീഡിയോസോ അല്ലെങ്കിൽ ഡെയിലി വ്ളോഗൊക്കെ എടുക്കുന്നത്. വീഡിയോ എടുക്കാത്ത ദിവസം ഞാൻ അത്രയും പോലും മുഖമൊന്നും നേരെ ചുവ ആയിരിക്കത്തില്ല. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. വീഡിയോ എടുക്കുമ്പം എല്ലാവരും കുറച്ച് നമ്മളൊരു മുഖമൊക്കെ നന്നായിട്ട് എല്ലാവരും ചെയ്യുള്ളൂ. ആ ഒരു വ്യത്യാസമില്ലാത്ത നമ്മൾ ഫുഡ് കഴിക്കുകയാണെങ്കിലും കുറച്ച് മാന്യമായി, ഇപ്പം നമ്മൾ തന്നെ ഒരു കല്യാണത്തിനൊക്കെ പോയി ഫുഡ് കഴിക്കുമ്പം വീട്ടിൽ ഫുഡ് കഴിക്കുന്ന പോലെ ആയിരിക്കത്തില്ല ഒരു കല്യാണത്തിൽ പോയി ഫുഡ് കഴിക്കുന്നത്, കുറച്ചൊന്ന് ഒതുങ്ങി ഒക്കെ കഴിക്കത്തില്ലേ. ആ ഒരു വ്യത്യാസം തന്നെയാണ്. കുറേ ഇങ്ങനെ ഒരു ക്യാമറയുടെ മുന്നിൽ നിന്ന് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഡിഫറൻസ് എല്ലാത്തിനും ഉണ്ട്. അപ്പം അതേപോലെ അവർ ആ വീഡിയോ എടുക്കുന്ന ദിവസം മാത്രമായിരിക്കും അങ്ങനെ. അപ്പം ബാക്കിയുള്ള ദിവസം അവരുടെ ലൈഫ്, അത് ഞാൻ എൻ്റെ കാര്യം ഉൾപ്പെടെ പറഞ്ഞതാണ്. ഇപ്പം എനിക്ക് തന്നെ ഒരുപാട് കമൻസ് വരുന്നുണ്ട്, എന്തൊരു ലക്കിയാണ് ചേച്ചി, എന്ത് ഹാപ്പിയായിട്ടാണ് ചേച്ചി ഇരിക്കുന്നത്. ഞാൻ എൻ്റെ ലൈഫ് ഉൾപ്പെടെയാണ് പറയുന്നത്. ഇപ്പം എൻ്റെ ലൈഫ് കണ്ടിട്ടും നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. അപ്പം ഞാൻ ട്രാവൽ ചെയ്യുന്ന വീഡിയോസും ഒക്കെ കാണുമ്പോൾ ആൾക്കാർ പറയും എന്ത് ഹാപ്പി ആയിട്ടായിരിക്കുന്നത്. അപ്പം ഞാനും ആ ട്രാവൽ ചെയ്യുന്ന ദിവസങ്ങൾ ഹാപ്പി ആയിരിക്കും. അല്ലാത്ത ദിവസം ഞാൻ രാത്രിയിൽ അല്ലെങ്കിൽ ബാക്കി സമയങ്ങൾ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നതെന്ന് ആർക്കും അറിയുന്നുണ്ടാവില്ല. അപ്പം ഓരോരുത്തരും വീഡിയോ എടുക്കുമ്പം ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും അവർ ആ ഒരു രീതിയിൽ
അത് നാച്ചുറൽ അല്ലെന്നല്ല പറയുന്നത്, പക്ഷെ വീഡിയോ എടുക്കുമ്പം നാച്ചുറലി നമ്മളൊരു വീഡിയോയ്ക്ക് മുന്നിലാണെന്നുള്ളൊരു ബോധം നമ്മുടെ ഉള്ളിലുണ്ടാകും. അപ്പോൾ ആ വീഡിയോയ്ക്ക് മുന്നിലായിരിക്കും കുറച്ചൊക്കെ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. അല്ലാത്തപ്പം നമ്മൾ ആസ് യൂഷ്വൽ നമ്മളിപ്പോൾ കാല് പൊക്കി വെച്ച് കയറിയിരിക്കും, ആ ഒരു രീതി എപ്പോഴും വ്യത്യാസം ഉണ്ടാവുമല്ലോ, അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പം എൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇപ്പം ഡെയിലി വ്ളോഗ്സ് കുറേയൊക്കെ ഞാനിപ്പോൾ എൻ്റെ മടിയൊക്കെ ഞാൻ പറയാറുണ്ട്. അല്ലാതെ ഇപ്പം ട്രാവൽ ചെയ്യുന്നതൊക്കെ ഇപ്പം കുറേ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ട്രാവൽ ചെയ്തപ്പോൾ എല്ലാവരുടെയും ലൈഫ് സ്റ്റൈൽ ഒരേപോലെ ആയിരിക്കത്തില്ല. അപ്പം ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും. ഇപ്പം ഞാനും എൻ്റെ പ്രൊഫഷനായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം ചിലത് ബ്രാൻഡ് പ്രൊമോഷൻ ആയിരിക്കും, ചിലതല്ലായിരിക്കും. അപ്പം എൻ്റെയും ജോലിയാണെന്ന് തന്നെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. അപ്പം അല്ലാതെ ബ്രാൻഡ് പ്രൊമോഷൻ ആണെങ്കിൽ ഞാനത് പാർട്ട്ണർഷിപ്പ് എന്ന് എഴുതി കാണിക്കാറുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് പാർട്ട്ണർഷിപ്പാണ്. അപ്പം ബ്രാൻഡ് പ്രൊമോഷൻ ആണെങ്കിൽ എനിക്കപ്പം കാരണം എൻ്റെ ജോലിയാണത്, ആ ജോലിയാണ് എൻ്റെ ഒരു ഇൻകം. അതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. മിക്ക വ്ളോഗേഴ്സിനും ഉള്ളൊരു സംഭവമാണിത്, ഞാൻ ഉൾപ്പെടെ. കാരണം വ്ളോഗേഴ്സ് അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് അവരുടെ ലൈഫ് കണ്ടിട്ട് ഓരോരുത്തരിങ്ങനെ വിചാരിക്കും അയ്യോ അതുപോലെ എനിക്ക് പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഫാഷൻ വ്ളോഗേഴ്സ് ആണെങ്കിൽ അവരുടെ ഡ്രസ്സ്, അവരുടെ മേക്കപ്പ് സാധനങ്ങൾ ഒക്കെ കാണുമ്പോഴും നമുക്ക് തോന്നാം അയ്യോ എനിക്ക് ഈ സാധനങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് ഈ ഡ്രസ്സൊന്നും. അപ്പം അങ്ങനെ വിചാരിക്കുക അത് അവർക്ക് ചിലപ്പോൾ ബ്രാൻഡ് പ്രൊമോഷൻസ് വഴിയോ അങ്ങനെയൊക്കെ കിട്ടുന്ന ഡ്രസ്സായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ജോബാണത്. അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ നമ്മുടെ രീതിയിൽ അതിൻ്റെ ഒരു ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഒരു ബാഡ് ഇൻഫ്ലുവൻസ്. അത് നമ്മുടെ മൈൻഡിലോട്ട് അങ്ങനത്തെ ഒരു ചിന്ത വരികയാണെങ്കിൽ നമ്മളതിങ്ങനെ കാണുന്നതിൽ അർത്ഥമില്ലാതായിപ്പോൾ നമ്മുടെ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് കാണുക എന്നല്ലാതെ ഇത് നമ്മുടെ മൈൻഡിനെ ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾ അങ്ങ് ആകെ ഡിസ്റ്റർബ് ആയി. എനിക്കൊക്കെ സംഭവിക്കുന്നതാണ്. ഞാനിങ്ങനെ ചുമ്മാ ഇൻസ്റ്റാഗ്രാമിൽ കയറും, പിന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എനിക്ക് അബദ്ധം പറ്റുന്ന എന്താണെന്ന് അറിയാമോ? ഫുഡ് റെസ്റ്റോറൻറ്റ്സ്. എനിക്ക് റെസ്റ്റോറൻറ്റ് ഫുഡ് ഔട്ട്ലെറ്റ്സ് പുതിയത് കണ്ടുപിടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഈ ഇൻസ്റ്റാഗ്രാം വീഡിയോസ് ഇടുന്ന ഫുഡ് വ്ളോഗേഴ്സ് ഒരു രക്ഷയില്ല. എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ ഈ ഫുഡ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരിക്കലും നമ്മൾ പെയ്ഡ് പ്രൊമോഷനായിട്ട് ഫുഡിൻ്റെ വീഡിയോസ് ചെയ്യരുത് എന്നെനിക്ക് ഈ ഫുഡ് വ്ളോഗേഴ്സിനോട് പറയാനുള്ളത്. കാരണം അത്ര മോശമായിട്ടുള്ള റെസ്റ്റോറൻറ്റ്സൊക്കെ ഞാനിങ്ങനെ റെസ്റ്റോറൻറ്റ്സ് തപ്പി പോകുമ്പം കുറേയൊക്കെ എന്ത് മോശം ഫുഡാണെന്നറിയോ. ഞാനൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യത്തില്ല കേട്ടോ. എനിക്ക് മോശം ഫുഡ് കഴിച്ചിട്ട് നമുക്ക് എങ്ങനെ വളരെ നല്ലതായിരിക്കുന്നു എന്ന് നമ്മളെ വിശ്വസിച്ച് കാണുന്ന സബ്സ്ക്രൈബേഴ്സിനോട് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. സബ്സ്ക്രൈബേഴ്സ് ഓർ ഇൻസ്റ്റാഗ്രാം വ്യൂവേഴ്സ് വോട്ടെവർ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഞാനിങ്ങനെ റെസ്റ്റോറൻറ്റ് മുരളിയേട്ടനെ ഇതൊന്നും ഇൻസ്റ്റാഗ്രാമിൽ നോക്കാറ് പോലും ഇല്ല. ഞാൻ മുരളിയേട്ടനെ തപ്പി പിടിച്ചിട്ട് ഇന്ന റെസ്റ്റോറൻറ്റിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സംഭവമെന്നും പറഞ്ഞായിരിക്കും കൊണ്ടുപോകുന്നത്. അവിടെ ചെന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ച് കഴിയുമ്പം ഒരു രക്ഷയുണ്ടാവത്തില്ല. ഞാനാണെങ്കിൽ വീക്കെൻഡ് ഒരു ദിവസമായിരിക്കും, ആഴ്ചയിൽ ഒരു ദിവസം വല്ലതും പുറത്തുനിന്ന് കഴിക്കാനായിട്ട് ഇങ്ങനെ നോക്കിയിരുന്ന് പോവായിരിക്കും. അപ്പോഴത്തേക്ക് എൻ്റെ ആ പ്രതീക്ഷ എല്ലാം പോയി വായി വെച്ച് തിന്നാൻ പറ്റാത്ത ഫുഡുകളായിരിക്കും. ഈയിടെ എനിക്ക് അങ്ങനെ അബദ്ധം പറ്റി. ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ച അബദ്ധം പറ്റി, എനിക്ക് പോകാൻ പറ്റിയില്ല, ലേറ്റായി. അപ്പം ഓർഡർ ചെയ്തു ആ സെയിം റെസ്റ്റോറൻറ്റിൽ നിന്ന് നോക്കി, ഇതേപോലെ വീഡിയോ കണ്ട് നോക്കി വെച്ചിരുന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് ഓർഡർ ചെയ്തു. വന്നപ്പോഴത്തേക്ക് ഒരു രക്ഷയില്ല, കഴിക്കാൻ പറ്റാത്ത ഫുഡ്. പിന്നെ മുരളിയേട്ടൻ എങ്ങനെയൊക്കെ കഴിച്ചു, എനിക്ക് തീരെ രക്ഷയില്ല. കാരണം പറ്റുന്നില്ല. ഞാൻ പിറ്റേ ദിവസം തൊട്ട് ഡയറ്റിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് വിഷമം വന്ന അവസാനം ഞാൻ പിന്നെ ഞങ്ങളുടെ താഴെ ഇവിടെ തൊട്ട് താഴെ ഞങ്ങളുടെ ഈ ബിൽഡിംഗ് ഈ കോംപ്ലക്സിനകത്ത് തന്നെ താഴെ ഒരു എംപയർ പ്ലാസ ഉണ്ട്. അത് ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ നിന്ന് പെട്ടെന്ന് അവരോട് പറഞ്ഞൊരു 10 മിനിറ്റ് ഞാൻ ഈ മറ്റേ സ്ഥിരം എന്ന് പറഞ്ഞാൽ എന്താ നോക്കി വെച്ചിരുന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് ഓർഡർ ചെയ്ത പൊറോട്ടയും കൊണ്ട് വെയിറ്റ് ചെയ്യും. എനിക്ക് കറി സഹിക്കാൻ വയ്യ. ആ പൊറോട്ടയും മറ്റേ ഈ താഴത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് അവരോട് പറഞ്ഞൊരു 15 മിനിറ്റ് ഫുഡ് കറി കൊടുത്തേക്കുന്നതിൻ്റെ ആ കറി വരാൻ വെയിറ്റ് ചെയ്യാനായിട്ട് ആ പൊറോട്ടയും കൊണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുക. മുല്ലയുടെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ അവിടുന്ന് ആ കറി വന്നിട്ടാണ് കഴിച്ചത്. അത്ര അൺസഹിക്കബിളായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇൻസ്റ്റാഗ്രാം വീഡിയോസ് ഇടുന്ന ഫുഡ് വ്ളോഗേഴ്സ് ഇങ്ങനെ മനുഷ്യനെ പറ്റിക്കരുതെന്ന് ഞാൻ വിചാരിച്ചു. എന്ത് കഷ്ടമെന്നല്ല ഇങ്ങനെ. അത് ഞാൻ വിചാരിക്കും മിക്കതും ഇങ്ങനെ പെയ്ഡ് പ്രൊമോഷനായിട്ടായിരിക്കും ചിലപ്പോൾ വീഡിയോസ് ഇടുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പൈസ മേടിച്ചിട്ടായിരിക്കും. എത്ര പൊട്ട റെസ്റ്റോറൻറ്റ്സ് ഫുഡ് കഴിച്ചിട്ട് വളരെ നന്നായിരിക്കുന്നു എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. ഞാനിങ്ങനെ ചെയ്യല്ല, ഇതുവരെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. എനിക്ക് നല്ല സാധനം മാത്രമേ ഞാൻ നല്ലതാണെന്ന് പറയാറുള്ളൂ കേട്ടോ. ഫുഡൊന്നും ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. ഫുഡൊന്നും ഞാൻ ഇതുവരെ അങ്ങനെ പൈസ മേടിച്ച് ചെയ്തിട്ടുമില്ല കേട്ടോ. പിന്നെന്താ, ഞാൻ ഓപ്പണായിട്ട് നിങ്ങളോട് സംസാരിക്കാനായിട്ടാണ് ഈ വീഡിയോ ചെയ്തത്.
ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ചോദിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു Q&A ആയിട്ട് എപ്പോഴെങ്കിലും നടത്താം. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ ഇപ്പം ഞാൻ പറയാൻ എഴുതി വെച്ചിരുന്ന കാര്യം ഈയിടെ ഇതായി, മറ്റേ ആപ്പുകൾ ഇങ്ങനത്തെ മറ്റേ അതിനെപ്പറ്റി ഞാനും പറയണ്ടല്ലോ. മറ്റേ ഫ്രണ്ട് ആപ്പ്, പിന്നെ മറ്റേ ഗെയിം ആപ്പ്, അങ്ങനത്തെ അതൊക്കെ എനിക്കും ഇങ്ങനത്തെ വന്നിട്ടുള്ളതാണ്. ഇത് പ്രൊമോഷൻ ചെയ്യാനൊക്കെ, കൊളാബറേഷൻ ചെയ്യാനൊക്കെ എനിക്ക് വന്നിട്ടുള്ളതാണ്. പിന്നെ അങ്ങനത്തെ ഒന്നും ഞാൻ എൻ്റർടൈൻ ചെയ്യാറില്ല. പിന്നെ ഇതേപോലെ എന്തൊക്കെ ആയുർവേദിക് എന്തൊക്കെ അങ്ങനത്തെ മെഡിസിൻസ് അങ്ങനത്തെ ഒക്കെ എനിക്കിങ്ങനെ ഞാൻ അങ്ങനത്തെ ഒന്നും അക്സെപ്റ്റ് ചെയ്യാറില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരാളെ പറ്റിക്കുക എന്നല്ല, അത് എനിക്ക് വിശ്വസനീയമല്ല. പിന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നൊരു കാര്യമല്ലേ ഞാൻ വീഡിയോയിൽ കൂടെ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അങ്ങനത്തെ ഒന്നും ഞാൻ വീഡിയോസ് എടുക്കാറില്ല. അപ്പോൾ അതൊന്നും പിന്നെ ഇനി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അതിപ്പോൾ ഓൾറെഡി അതൊക്കെ പ്രശ്നമായിട്ടിരിക്കുകയാണ്. ഞാനതൊക്കെ എഴുതി വെച്ചിരുന്ന കാര്യങ്ങളാണ്. ഈ അതിനെപ്പറ്റി ഇഷ്യൂ ആവുന്നതിന് മുമ്പേ കേട്ടോ, ഞാൻ ഈ ടോപ്പിക്ക് എഴുതി വെച്ചിരുന്നത് ഇഷ്യൂവിനൊക്കെ മുമ്പേ ആണ്. അതുകൊണ്ട് ഞാൻ അതിന് വീണ്ടും മെൻഷൻ ചെയ്യുന്നില്ല മറ്റേ ആപ്പിനെ പറ്റിയൊക്കെ. അപ്പോൾ അതൊന്നും നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ഉടനെ അത് വിശ്വസിച്ച് ചാടിക്കേറി യൂസ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് അത്രയും ഉറപ്പുണ്ട്, അതിപ്പോൾ എങ്ങനെയായാലും ഉറപ്പാക്കുക. നിങ്ങളിപ്പോൾ ചോദിക്കാം എങ്ങനെ വിശ്വസിക്കുക എന്ന് ചോദിച്ചാൽ, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുക്കുക. അതിപ്പോൾ ഏത് കോണ്ടന്റ് ക്രിയേറ്റർ, ഞാൻ ഉൾപ്പെടെ ആര് പറഞ്ഞു എന്ന് വിചാരിച്ചാലും നമുക്ക് ആവശ്യമുള്ളതാണെങ്കിൽ മാത്രം എടുക്കുക. ഇപ്പം അങ്ങനത്തെ ആപ്പുകളൊക്കെ ഡെഫിനറ്റ്ലി നമുക്ക് ഇപ്പം ഇപ്പം ട്യൂഷൻ, കിഡ്സിൻ്റെ ട്യൂഷൻ, അതൊക്കെ ഡെഫിനറ്റ്ലി പ്രയോജനപ്പെടുന്നതായിരിക്കും. അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഇങ്ങനത്തെ പ്ലേയിങ് ആപ്സ് അത് ഏതായാലും നല്ലതായിരിക്കത്തില്ല. കുട്ടികൾക്കാണെങ്കിലും ഒക്കെ അങ്ങനത്തെ ഗെയിമിങ് ആപ്സ് ഒന്നും നല്ലതായിരിക്കത്തില്ല. ഏത് ആപ്പാണെങ്കിലും നമുക്കിപ്പം അങ്ങനത്തെ ആപ്പുകളൊന്നും നല്ലതായിരിക്കത്തില്ല. പിന്നെ നമുക്ക് ഉള്ളിലോട്ട് കഴിക്കുന്ന ഡോക്ടർ തരാത്ത മരുന്നുകളൊന്നും നല്ലതായിരിക്കത്തില്ല. അതൊന്നും ആര് പ്രൊമോഷൻ ചെയ്താലും എടുക്കാതിരിക്കും. അപ്പം മുടി വളരാനും ഒന്നിനും നമ്മൾ മരുന്ന് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. മുടി വളരാനൊക്കെ എണ്ണ യൂസ് ചെയ്യുന്ന, മരുന്ന് കഴിച്ച് മുടി വളർത്തേണ്ട കാര്യമില്ല അല്ലേ. അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒന്നും പ്രൊമോട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടാതെ. ഇപ്പം എണ്ണ തേക്കുന്നതുകൊണ്ടോ ക്രീം തേക്കുന്നതുകൊണ്ടോ നമുക്ക് വലിയ പ്രശ്നമൊന്നും വരത്തില്ല. ബാക്കിയൊക്കെ നമുക്ക് അറിയാൻ പറ്റത്തില്ല, അകത്തോട്ട് ചെല്ലുന്ന സാധനങ്ങൾ. അതുകൊണ്ടാണ് എനിക്കതൊക്കെ യൂസ് ചെയ്യാൻ കുറച്ച് ടെൻഷനാണ്. അതുകൊണ്ട് ഞാനത് ചെയ്യാറില്ല. പിന്നെ ബാക്കി മേക്കപ്പും അതൊന്നും കുഴപ്പമില്ലാത്തതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ ചതിക്കുഴികൾ എന്ന് പറഞ്ഞ സംഭവം. ഇനിയും നല്ല കാര്യങ്ങൾ, നമുക്ക് ഇത്രയൊക്കെ മോശം കാര്യങ്ങൾ പറഞ്ഞാൽ മതി. നമ്മൾ എപ്പോഴും മോശം കാര്യങ്ങൾ പറയുന്നത് നല്ലതല്ല. അതാണ് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത്. അതുകൊണ്ട് ഞാൻ മോശം കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞത്, നമ്മുടെ ബ്രെയിനിൽ എപ്പോഴും നമ്മൾ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുക, നെഗറ്റീവായിരിക്കും നമ്മുടെ ബ്രെയിൻ എപ്പോഴും കേൾക്കുക. എപ്പോഴും കൂടുതലും നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക, പറയുക. അപ്പം നമുക്ക് തന്നെ ഒരു പോസിറ്റിവിറ്റി വരും. അപ്പം നല്ല കാര്യങ്ങൾ യൂട്യൂബിൽ നമുക്ക് ഇപ്പം ജോലി ചെയ്യാത്തവരാണെങ്കിൽ, നിങ്ങൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ലീവ് ഇറ്റ്. ജോലി ചെയ്യാത്ത ഹൗസ് വൈഫ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ഇഷ്ടംപോലെ, ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിൽ കൂടെ പറ്റുന്നൊക്കെ പറയാറുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളത്. ഇപ്പം ഡാൻസ് എന്നോട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, ഞാൻ ഏത് ഏജിലാണ് ഡാൻസ് പഠിക്കാൻ തുടങ്ങിയത്. ഞാൻ നേരത്തെ ചെറുതിലെ വലുതായിട്ടൊന്നും കാര്യമായിട്ട് പഠിച്ചിട്ടില്ല. അങ്ങും ഇങ്ങുമൊക്കെ സ്കൂളിൽ നിന്നൊക്കെ ഡാൻസ് യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ പോകുമായിരുന്നു. എന്നാലും പ്രോപ്പറായിട്ട് എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഡാൻസ്, ഭയങ്കര ഇഷ്ടമായിരുന്നു ഡാൻസ്. പക്ഷേ അതിനെനിക്ക് എപ്പോഴും ഞാൻ വലുതായി കഴിഞ്ഞും എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു എന്നെ നേരെ ഡാൻസ് പഠിപ്പിച്ചില്ല എന്നുള്ളത്. അമ്മയുടെ ഒക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു എനിക്ക്. ഞാൻ എപ്പോഴും നന്ദുനെ പഠിപ്പിക്കാൻ പോകുന്ന സാറിൻ്റെ അടുത്തൊക്കെ പറയായിരുന്നു, എനിക്ക് ഡാൻസ് പഠിക്കാൻ ഭയങ്കര ആഗ്രഹം. അങ്ങനെ നന്ദുനെ പഠിപ്പിച്ച് നന്ദുവിന് ഇൻട്രസ്റ്റ് ആയിരുന്നു. അങ്ങനെ നന്ദുവിനെ KG 2 തൊട്ട് പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഒരു ഇതിൽ ഞാനും എൻ്റെ 35-ാമത്തെ വയസ്സോട്ടാണ് ഡാൻസ് പഠിച്ചു തുടങ്ങിയത്. അപ്പം പറഞ്ഞു വന്നത്, നിങ്ങൾക്കും ഡാൻസ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ഏജ് ഒരു ലിമിറ്റേ അല്ല, ഏത് വയസ്സിലും ഡാൻസ്. ഈയിടെ എന്താണ് ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അയച്ചിരുന്നു, പുള്ളിക്കാരിക്ക് എൻ്റെ ഇതൊക്കെ കണ്ടിട്ട് പഠിക്കാനൊന്ന് ഭയങ്കര ഇൻട്രസ്റ്റ് വന്നു. അപ്പം ഓൺലൈനായിട്ടുണ്ടോയെന്ന്, ഓൺലൈനായിട്ട് ഇഷ്ടം പോലെ ഇതുണ്ട്. അപ്പം പക്ഷേ ആദ്യമായിട്ട് പഠിക്കുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു അവിടെയുള്ള ഡാൻസ് സ്കൂള് പോകുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകളാണെങ്കിൽ ഇഷ്ടം പോലെ യൂട്യൂബിൽ, അത് നല്ല യൂട്യൂബ് വീഡിയോസ് ഇഷ്ടം പോലെ കാണാറുണ്ട് ഡാൻസ് ബേസിക്കിൽ നിന്ന് പഠിക്കാനായിട്ട്. അത് ഇഷ്ടം പോലെ റെഫർ ചെയ്താൽ നിങ്ങൾക്ക് കുറേയൊക്കെ സ്റ്റെപ്സ് പഠിക്കാൻ പറ്റും.
ബേസിക് ഇപ്പം ഭരതനാട്യം ആണെങ്കിൽ ബേസിക് ഭരതനാട്യം അടവുകൾ അങ്ങനെ നോക്കിയാൽ പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ മോഹിനിയാട്ടം അടവുകൾ ഏതാണെങ്കിലും അങ്ങനെ നോക്കിയാൽ പഠിക്കാൻ പറ്റും. കുറേയൊക്കെ നമുക്ക് ലേൺ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ പോയി ജോയിൻ ചെയ്യാം, അതാകുമ്പോൾ കുറേ പേരെ നമുക്ക് കാണാനെങ്കിലും പറ്റും. അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഓൺലൈനേക്കാളും ഡാൻസ് ചെയ്യാൻ എപ്പോഴും ഞാൻ ഇത് ചെയ്യുന്നത് പ്രിഫർ ചെയ്യുന്നത് ഓഫ്ലൈൻ ക്ലാസ്സാണ്. ഡാൻസൊക്കെ പറ്റാത്തവരാണെങ്കിൽ ഓൺലൈൻ നോക്കുക. പിന്നെ അല്ലെങ്കിൽ പാട്ടിന് ഇൻട്രസ്റ്റ് ആണെങ്കിൽ പാട്ട് പഠിക്കുക, അതൊക്കെ ഓൺലൈൻ പഠിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇങ്ങനെ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. ഞാൻ ഒന്നിനും ഏജ് ഒരു തടസ്സമല്ല. അല്ലെങ്കിൽ ക്രാഫ്റ്റ് ഒക്കെ യൂട്യൂബ് വഴി പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ക്രോഷ്യോ പോലത്തെ വർക്ക് അല്ലെങ്കിൽ അതൊക്കെ എന്നിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞില്ലേ സാധനങ്ങൾ ഉണ്ടാക്കി സെയിൽ നടത്താം, അതൊരു നല്ല ഇൻകം അല്ലേ. അപ്പം അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു സംഭവമാണ്. അപ്പം നമ്മളിങ്ങനെ യൂട്യൂബ് ഇതൊക്കെ കാണുമ്പം അത് യൂട്യൂബ് അങ്ങനെ യൂസ് ചെയ്യുക. യൂട്യൂബിൽ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. നമ്മൾ ഒരു പ്രാവശ്യം സെർച്ച് ചെയ്താൽ പിന്നെ അതായിരിക്കും ഫുള്ള് കാണുന്നത്. അതിന് മനസ്സിലാവും നമ്മുടെ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലേ ഇപ്പോൾ ഫുള്ള്. AI വഴി ഒരു പ്രാവശ്യം ഒന്ന് നോക്കിയാൽ മതി, പിന്നെ ഫുള്ള് അത് റിലേറ്റഡ് വീഡിയോസ് ആയിരിക്കും യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ. ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാത്തവരാണെങ്കിൽ യൂട്യൂബിൽ ഫുൾ അതിൻ്റെ വീഡിയോസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇപ്പം ക്രാഫ്റ്റ് വർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും കമ്മൽ ഇയറിംഗ് മേക്കിംഗ് അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് പഠിച്ചെടുക്കാൻ ഒരു 5-6 മാസം ഒന്ന് മെനക്കെട്ട് ഒന്ന് പഠിച്ചാൽ നമുക്ക് സെയിൽ നടത്താൻ നല്ലൊരു ഇതല്ല. നിങ്ങൾക്ക് എന്തിലാണ് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ സോഷ്യൽ മീഡിയ യൂട്യൂബ് എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ യൂട്യൂബിൽ കൂടുതലായതുകൊണ്ടാണ് പറഞ്ഞത്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഒത്തിരി അങ്ങനെ യൂസ് ചെയ്യാം, നമുക്ക് അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാം. അപ്പം വെറുതെ നമുക്കിങ്ങനെ വീഡിയോസ് അങ്ങനെ നമുക്ക് കാണിപ്പം കുക്കിംഗ് ആണെങ്കിൽ കുക്കിങ്ങിന് ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഞാൻ കുറേ ഇങ്ങനെ കാണാറുണ്ട്. ഇവിടെയൊക്കെ തന്നെ ഫുഡ് ഇങ്ങനെ ഇതായിട്ട് എന്താണ് പറയുന്നത് മന്ത്ലി മെസ്സായിട്ട് വിൽക്കുന്നവർ അങ്ങനെയുണ്ട്. അതൊരു നല്ല പരിപാടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ട്രൈ ചെയ്തുകൂടെ? അതൊക്കെ നല്ലൊരു പരിപാടി. അപ്പോൾ ഓരോ ഡിഫറെൻറ്റ് റെസിപ്പീസൊക്കെ യൂട്യൂബിൽ നിന്ന് ട്രൈ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. അപ്പം അങ്ങനെ കുറേ പരിപാടികൾ യൂട്യൂബിൽ നമുക്ക് യൂസ്ഫുൾ ആക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പം യൂട്യൂബിൽ നിന്ന് പഠിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ലല്ലോ. എന്ത് കാര്യങ്ങളും യൂട്യൂബ് നമുക്ക് അങ്ങനെ യൂസ്ഫുൾ ആക്കാൻ പറ്റും. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.